ഹലോ അസ്സലാമു അലൈക്കും റമദാൻ മുബാരക്. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ വീണ്ടും ഒരു ഇഫ്താർ വ്ളോഗായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. ഇന്നത്തെ വ്ളോഗിൽ 3 റെസിപ്പീസ് കാണിക്കുന്നുണ്ട് കേട്ടോ. ഒരു സ്വീറ്റ് ആയിട്ടുള്ളതാണ്, പിന്നെ 2 എരിവായിട്ടുള്ളത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അസറിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ഇന്ന് കിച്ചണിലേക്ക് പോണത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിപ്പം പൊട്ടാറ്റോയും ചിക്കനൊക്കെ വേവിക്കാനുണ്ടെങ്കിൽ ആദ്യം ഞാനത് വേവിക്കാനിടും, എന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ പോവുകയാണ് ചെയ്യൽ. അപ്പോൾ ഇന്ന് ഈസി ആയിട്ടുള്ള സ്നാക്കല്ലേ, ബ്രെഡ് വെച്ചിട്ടല്ലേ ഉണ്ടാക്കണേന്ന് വിചാരിച്ചിട്ട് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇപ്പോൾ അടുക്കളയ്ക്ക് വന്നിട്ടുള്ളത്. വന്നപ്പോൾ നമ്മൾ ഫ്രൂട്ട്സും പിന്നെ വെജിറ്റബിൾസൊക്കെ ഇട്ട് വെക്കണ ആ ഒരു ബാസ്ക്കറ്റ് ഉണ്ടല്ലോ, അതിങ്ങനെ കാലിയായിട്ട് കിടക്കുന്നുണ്ടേനു. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഫ്രൂട്ട്സൊക്കെ എടുത്തിട്ട് ഇതിലേക്ക് വെക്കാമെന്ന് വിചാരിച്ച്. കാരണം കാണുമ്പോൾ ഒരു രസമല്ലേ ഇങ്ങനെ കളർഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ അതാണ് കേട്ടോ ആദ്യം ഫില്ല് ചെയ്യുന്നത്. പിന്നെ ഇന്നലത്തെ സ്നാക്കിൻ്റെ ഫില്ലിങ് ബാക്കിയുണ്ടേനു, നമ്മൾ ഷവർമൻ്റെ ആ ഒരു ഫില്ലിങ് ആക്കിയിട്ടില്ലേനോ, അത് കുറച്ച് ബാക്കിയുണ്ടേനു. അപ്പം ഇന്ന് ഇത് വെച്ചിട്ട് ഒരു പോള ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. ബ്രെഡ് പോള, നമ്മൾ പഫ്സിൻ്റെ പോളൊക്കെ ചെയ്തിട്ടില്ലേ, അപ്പം ആ ഒരു ടൈപ്പിലുള്ളത് ആക്കാമെന്ന് വിചാരിച്ച്. അതിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും പിന്നെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ബാക്കിയൊക്കെ ആ ഒരു ഫില്ലിങ്ങിൽ തന്നെ ഉണ്ടല്ലോ. ഇത് പിന്നെ നമ്മൾ ബ്രെഡ് കോട്ട് ചെയ്യുമ്പം അതിലിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ പച്ചമുളകും മല്ലിയിലയൊക്കെ. ഈ ഇല നമ്മൾ കവറിൽ തന്നെയാണ് കേട്ടോ വെച്ചിട്ടുണ്ടായത്, അതുകൊണ്ട് കുറച്ചൊന്ന് വാടി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2-3 ദിവസം മുന്നേ വാങ്ങിച്ചതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ മല്ലിയില നല്ല ഫ്രഷ് ആയിട്ട് വെക്കുന്ന എന്തെങ്കിലും ഐഡിയാസൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ പറയണേ. ഇവിടെ ഉമ്മ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഈ മല്ലിയില ടിഷ്യൂവിൽ പൊതിഞ്ഞിട്ടൊക്കെ വെക്കലുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഒരാഴ്ചത്തോളമൊക്കെ കിട്ടലുണ്ട്. അതിലും കൂടുതൽ നിൽക്കാൻ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ പറയണേ. അപ്പോൾ ഞാൻ എല്ലാം ചെറുതായിട്ട് മുറിച്ചെടുക്കുകയാണ്. ഇനി ഈ ഒരു ബൗളിലാണ് കേട്ടോ ഞാൻ മുട്ട ആക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഈ പച്ചമുളക് മുറിച്ചതും പിന്നെ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 മുട്ടയാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. ഞാനൊരു കുഞ്ഞി പോളയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് 2 മുട്ട മതിയാവും. അങ്ങനെ അത് 2ഉം പൊട്ടിച്ചിട്ട് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എരിവില്ലാത്ത പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ 2 എടുത്തിട്ടുള്ളത്. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ 1 എടുത്താൽ മതിയേ. ഇനി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് ഇത് ഒന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഞാനൊരു തിരി പാൽ ഒഴിച്ചിട്ടുണ്ടേനു, ഒന്ന് ലൂസ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. ഒരു 1/4 കപ്പ് പാലൊക്കെ ഒഴിച്ചിട്ടുണ്ടാവേക്കും, എനിക്ക് ഓർമ്മയില്ല, അത് കാണിക്കാനും ഞാൻ വിട്ടുപോയി. അപ്പോൾ കുറച്ച് പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ മിക്സ് ആക്കിയിട്ട് നോക്കുക, അങ്ങനെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് ഞാനതൊരു വിസ്ക് വെച്ചിട്ട് ഇങ്ങനെ ബീറ്റ് ചെയ്തെടുത്തേന്. അപ്പോൾ ഇനി നമ്മളെ ബ്രെഡ് വേണം. ബ്രെഡാണ് ഇന്നത്തെ താരം. ബ്രെഡ് വെച്ചിട്ടാണ് നമ്മൾ 3 സ്നാക്കും ആക്കാനായിട്ട് പോണത്. ഇത് പുതിയതായിട്ട് വാങ്ങിച്ചിട്ടുള്ളതേനു കേട്ടോ. അപ്പോൾ 2 ദിവസമായി ഇത് വാങ്ങി വെച്ചിട്ട്. ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ഇന്നത്തോടെ ഇതിൻ്റെ പണി കഴിക്കാമെന്ന്. അങ്ങനെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു 4-5 സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ അരിയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സൈഡ് ഭാഗമൊക്കെ വേണമെങ്കിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. പോളയിലേക്ക് നമ്മളിതിന് മുന്നൊന്നും അങ്ങനെ സൈഡ് കട്ട് ചെയ്യലുണ്ടായിട്ടില്ല. ഇനി ഇപ്പം കാണാൻ കുറച്ചൊരു ഭംഗിയായിക്കോട്ടെ വിചാരിച്ചിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇന്നലത്തെ മിഞ്ഞാന്നത്തെ വീഡിയോയിലാണോ എന്നറിയില്ല, ഏതൊരു വീഡിയോയിലൊരു കമൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ, കട്ടിംഗ് ബോർഡ് എങ്ങനെ ഇത്ര നീറ്റായി വെക്കണേ, നമ്മളിതൊക്കെ പൂപ്പൽ പിടിച്ച പോലെ അയക്കുന്നല്ലോ എന്ന് പറഞ്ഞിട്ട്. അപ്പം ഇവിടെ വീഡിയോക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഈ കട്ടിംഗ് ബോർഡ് എടുക്കലുള്ളത്. സാധാരണ നമ്മൾ യൂസ് ചെയ്യാൻ വേറെ 2 ഉണ്ട്. ഒരെണ്ണം പ്ലാസ്റ്റിക്കിൻ്റെതും ഉണ്ട്, പിന്നെ വുഡിൻ്റെതും ഉണ്ട്. അല്ല, അത് 2 സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുക. ഇതിപ്പോൾ ഞാൻ എൻ്റെ വീഡിയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമേ ഈ ഒരു കട്ടിംഗ് ബോർഡ് എടുക്കലുള്ളൂ. അതുകൊണ്ടാണ് ഇത്ര നീറ്റായിട്ട് നിൽക്കുന്നത്. നമ്മൾ പിന്നെ സാധാരണ യൂസ് ചെയ്യുന്നത് എത്ര നന്നാക്കി കഴിഞ്ഞാലും എന്തായാലും ആ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഒരു കളറെങ്കിലും അതിൽ പിടിക്കും. അപ്പോൾ അതൊന്നും സാരമില്ല, ഒക്കെ നോർമലാണ്. പിന്നെ ഇതാ നമ്മളെ മസാല ഞാനൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് മയണൈസ് മിക്സ് ചെയ്തത് ആണ് കേട്ടോ ബാക്കി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഒന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രത്തിൽ ഞാൻ നെയ്യ് തടവി കൊടുത്തേനെ. അതിന് ശേഷം ബ്രെഡ് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് ഈ മുട്ടൻ്റെ മിക്സിൽ മുക്കിയതിന് ശേഷം ഇതാ ഇങ്ങനെ താഴ്ഭാഗത്ത് മൊത്തത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ഒരു ഗ്യാപ്പ് പോലും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഗ്യാപ്പ് മൊത്തത്തിൽ ഫില്ലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ നടുവിൽക്കായിട്ട് നമ്മൾ ആ ഒരു ഫില്ലിങ്, ഇത് ഏത് ഫില്ലിങ്ങും നമുക്ക് എടുക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ പോള ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഫില്ലിങ് ഇങ്ങനെ നല്ലോണം നിറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെയും മുട്ടയിൽ മുക്കിയിട്ടുള്ള ബ്രെഡ് വെച്ചിട്ട് കവർ ചെയ്തെടുക്കുകയാണ്. മേൽഭാഗത്ത് ബ്രെഡ് വെക്കുമ്പോഴും ഗ്യാപ്പൊന്നും ഇല്ലാതെ നോക്കണം കേട്ടോ. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് ഫില്ല് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ബ്രെഡ് ചെറുതായിട്ട് മുറിച്ചിട്ട് ആ മുട്ടൻ്റെ മിക്സിൽ ആക്കിയാണ്ട് വെച്ചെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ ഏറ്റവും ചെറിയ പാനാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് 18 സെൻറ്റിമീറ്ററൊക്കെയാണ് ഇതിൻ്റെ ആ ഒരു അളവ് വരുന്നത്. അപ്പം അത്ര ചെറുതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കണേ. ഇനി ഇതാ ഈ സൈഡ്സൊക്കെ കൈ കൊണ്ടൊന്നിങ്ങനെ താത്തി കൊടുക്കുന്നുണ്ട്, അവിടെയൊക്കെ നല്ല സീലായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്.
പിന്നെ ബാക്കിയുള്ള ഈ മുട്ടയും മല്ലിയിലയും പച്ചമുളകൊക്കെ ഇതിൻ്റെ മേലേക്ക് ഞാനിങ്ങനെ ഒരു ഡെക്കറേഷൻ പോലെ വെച്ച് കൊടുക്കുന്നുണ്ടേനു. അത് ഒക്കെ നിങ്ങളെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ വേണമെങ്കിൽ വേറെ എന്തെങ്കിലും തക്കാളി മുറിച്ചിട്ടോ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. അപ്പം ഇത്ര പണിയുള്ളൂ. ഇനി നമുക്കിത് ബേക്കാവാൻ വേണ്ടിയിട്ട് വെക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു തട്ട് വെച്ചാണ് അതിൻ്റെ മേലേക്കായിട്ടാണ് നമ്മൾ ഈ പാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം ബേക്കാക്കിയിട്ട് എടുക്കണം. ഇത് ചെറുതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആയിട്ട് കിട്ടുമേ. പിന്നെ ഞാൻ ഇപ്പം ബ്രെഡ് കട്ട് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സ്വീറ്റ് ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞില്ലേ, ഷായി ടുക്കടയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഏതാണ്ട് ആ ഒരു മോഡലുള്ള സംഭവമാണ് ആക്കുന്നത്, ഒരു പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ബ്രെഡ് ഇങ്ങനെ 4 പീസായിട്ട് കട്ട് ചെയ്തെടുത്തേന്. പിന്നെ നമുക്ക് പാൽ ആവശ്യമുണ്ട്. അപ്പം പാലിതാ ഞാൻ ഈ തിളപ്പിക്കാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തേന് കേട്ടോ. എന്നിട്ട് അതൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചേന്. അപ്പുറത്ത് ഉമ്മ ചിക്കൻ്റെ ഒരു സംഭവം ആക്കുന്നുണ്ട്, ഒരു ചിക്കൻ റോസ്റ്റൊക്കെ പോലെ. ഇതൊരു നാടൻ ടച്ചുള്ള ചില്ലി ചിക്കനാണ് കേട്ടോ. ചില്ലി ചിക്കൻ്റെ ടേസ്റ്റും വരുന്നുണ്ട്, പിന്നെ നാടൻ ചിക്കൻ റോസ്റ്റിൻ്റെ ടേസ്റ്റും വരുന്നുണ്ട് കേട്ടോ. അപ്പം ഏതായാലും ആക്കല്ലേ, എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പി കാണിച്ചുകൂടെയെന്ന് ചോദിച്ചപ്പം ഉമ്മ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇത് ഇപ്പം എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ വെച്ചിട്ട് ആക്കണത്. അല്ലാന്നുണ്ടെങ്കിൽ അപ്പുറത്തെ കിച്ചണിൽ വെച്ചിട്ടാണ് ഉമ്മ ഇതൊക്കെ ചെയ്യലുള്ളത്. പിന്നെ ഇതാ ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത്. വെളിച്ചെണ്ണയിലേക്ക് ഫസ്റ്റ് തന്നെ ക്യാപ്സിക്കം ഇട്ട് കൊടുത്തതിന്. എന്നിട്ട് അതൊന്ന് വഴറ്റിയിട്ട് കോരി എടുക്കുമെന്നാണ് പറഞ്ഞത്. അമ്മ അങ്ങനെ ഓവറായിട്ട് ക്യാപ്സിക്കം വേവിക്കലില്ല. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നപ്പം അത് പ്ലേറ്റിൽ തന്നെ കോരി മാറ്റുകയാണ്. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി ഇങ്ങനെ കുറച്ചൊന്ന് കട്ടിക്ക് ഒരു മീഡിയം സൈസിലാണ് കേട്ടോ മുറിച്ചിട്ടുള്ളത്. അങ്ങനെ അത് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഞാൻ വിചാരിച്ച് കുറച്ച് ബദാം ഉണ്ടേനു. അപ്പം ഏതായാലും ചീത്തായിട്ട് പോകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി അത് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം, എന്നിട്ട് പിന്നെ നമ്മളെ ഷായി ടുക്കടേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. ബദാം അല്ലെങ്കിൽ നമുക്ക് ഏത് നട്ട്സും ഇതിലേക്ക് യൂസ് ചെയ്യാം കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ ബദാമേ ഉള്ളേനു, അതുകൊണ്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പുറത്തെ ബേണറിൽ ഉമ്മൻ്റെ ചിക്കൻ റോസ്റ്റും ആയിക്കൊണ്ടിരിക്കുന്നത്. അതിലേക്ക് ഉമ്മ പിന്നെ ക്യാപ്സിക്കും പച്ചമുളകും ഇട്ട് കൊടുത്തേണ്, പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തേണ്. ഇത് നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള ചിക്കനേനു. അതിൽ സാധാ പൊരിക്കുന്ന പോലെ ഇഞ്ചി വെളുത്തുള്ളി പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടാണ് അത് പൊരിച്ചിട്ടുള്ളത്. അതും വെളിച്ചെണ്ണ തന്നെ പൊരിച്ചത്. ഇതിനൊരു വെളിച്ചെണ്ണൻ്റെ ടേസ്റ്റ് നിൽക്കും കേട്ടോ അങ്ങനെ. പിന്നെ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഈ ഷായി ടുക്കടയിലേക്ക് നമുക്ക് കുറച്ച് കസ്റ്റാർഡ് പൗഡർ വേണം കേട്ടോ. 1 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറാണ് ഇപ്പം ഞാൻ എടുത്തിട്ടുള്ളത്. അത് മിക്സ് ആക്കുന്നതിൻ്റെ ഇടയിലാണ് ഉമ്മ ഇതിലേക്ക് കോൺഫ്ലോർ ഒഴിക്കുന്നുണ്ട്. കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ആക്കിയിട്ട് അത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഇത്തിരി തിക്നെസ് വരും നമ്മളെ ആ ഒരു ഗ്രേവിക്ക്. പിന്നെ ഇതിപ്പോൾ ഞാൻ കസ്റ്റാർഡ് പൗഡർ വെള്ളത്തിലാണ് മിക്സ് ചെയ്യുന്നത്. 500 ml പാലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്കായിട്ട് 1 ടേബിൾ സ്പൂൺ മാത്രമേ കസ്റ്റാർഡ് പൗഡർ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അത് അടച്ച് വെച്ചാണ്. അങ്ങനെ സംഭവം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കസ്റ്റാർഡ് പൗഡർ പാലിൽ വെന്ത് കഴിഞ്ഞപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 കപ്പൊക്കെ ചേർത്ത് കൊടുത്തേണ്. എന്നിട്ട് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പും കൂടെ ചേർത്തിട്ട് ഇത് മിക്സ് ആക്കി എടുക്കുകയാണ്. കുറച്ച് മധുരം കൂട്ടിയിട്ടോളി കേട്ടോ, കാരണം നമ്മൾ ഇനി ഇതിലേക്ക് ബ്രെഡൊക്കെ ഇടും. അപ്പം മധുരം ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. പിന്നെ ഞാൻ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ ഒഴിക്കുന്നുണ്ട്. ഇതൊക്കെ വീട്ടിലുണ്ടായതുകൊണ്ട് ചേർക്കുന്നതേ ഉള്ളൂ കേട്ടോ. അതിനൊന്നും നിർബന്ധമില്ല, വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ അതാ കുറച്ച് കണ്ടൻസ് മിൽക്കും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുകയാണ്. ഇനി നമുക്കിതൊന്ന് ചൂടാറ്റി എടുക്കണം. പുറത്തുതന്നെ വെച്ചാൽ മതി, ഫ്രീസറിൻ്റെ ഉള്ളിലേക്കോ അല്ലെങ്കിൽ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്കോ ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ പുറത്ത് വെക്കുക, കുറച്ചും കൂടെ പണി ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ ബ്രെഡ് പോള ഓൾമോസ്റ്റ് റെഡിയായി വന്നേന് കേട്ടോ. ഇനി ഇത് ഞാൻ പറഞ്ഞില്ലേ കുറച്ചൊരു പഴയ പാനായിരുന്നു, അപ്പം സൈഡിൽ നിന്ന് വിട്ട് വരാൻ കുറച്ച് പ്രയാസമുണ്ട്. അതുകൊണ്ട് ഞാൻ സ്പൂണ് വെച്ചിട്ട് ഒന്നിങ്ങനെ ഓടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ ഇത് വേറൊരു പാനിലേക്ക് ഫ്ലിപ്പ് ചെയ്ത് കൊടുക്കണം, അതിൻ്റെ ആ മേൽഭാഗം ഒന്ന് ആയി വരാൻ വേണ്ടിയിട്ട്. ഇനി ഇതൊരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാവും കേട്ടോ. ഞാൻ ആ തട്ടിൻ്റെ മേലെ തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തതാണ്. ഫ്ലെയിം ഒന്നും കൂട്ടണ്ട, സിമ്മിൽ തന്നെ കിടന്നോട്ടെ. ഇനി നമ്മൾ അടുത്ത സ്നാക്കിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാൻ. ആദ്യം ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്കായിട്ട് കുറച്ച് ഗാർലിക് പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഗാർലിക് പൗഡർ ഇല്ലയെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി മുറിച്ചിട്ട് അങ്ങനെ ഇട്ട് കൊടുത്താലും മതി, കുഞ്ഞിതായിട്ട് മുറിച്ചിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനൊന്നും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നും ഇല്ല കേട്ടോ, ഒരു നുള്ളു ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ 1 സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുത്തേണ്. ഈ മൈദ ചേർത്തിട്ട് ഇങ്ങനെ ബീറ്റാക്കി കഴിയുമ്പം കട്ടിയായിട്ട് പോലെ തോന്നുകയാണെങ്കിൽ ഇത്തിരി പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി വെച്ചേന്. പിന്നെ നമുക്ക് കോൺഫ്ലേക്സ് വേണം.
കോൺഫ്ലേക്സ് നമ്മൾ നോമ്പായതുകൊണ്ട് അങ്ങനെ ആരും എടുക്കലൊന്നും ഇല്ലേന് കേട്ടോ. അപ്പം അതൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഇങ്ങനെ മടക്കിയൊക്കെ വെച്ചതേനു. അതിന് ഞാൻ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് നിങ്ങൾക്ക് വെറുതെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സ്നാക്ക് ആക്കണത്. അപ്പം കുറച്ച് മാത്രമേ ഞാൻ ഉണ്ടാക്കണുള്ളൂ. കോൺഫ്ലേക്സ് ഇതാ കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് പൊടിച്ചു കൊടുക്കുക. അപ്പോൾ അതൊക്കെ ഞാനവിടെ റെഡിയാക്കി വെച്ചിന് കേട്ടോ. ഇനി അത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് പൊരിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാൻ നമ്മളെ ഷായി ടുക്ഡയിലേക്ക് വേണ്ടിയിട്ടുള്ള ബ്രെഡ് പൊരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ ബ്രെഡ് ഇങ്ങനെ കട്ടാക്കി വെച്ചപ്പം ഇവിടെ ഫുള്ള് എറുമ്പ് വന്നേ. ഇവിടെ എന്ത് മധുരമുള്ളത് അല്ലെങ്കിൽ ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ച് കഴിഞ്ഞാലും എറുമ്പ് പെട്ടെന്ന് വരും. അപ്പം ഞാൻ കട്ടിംഗ് ബോർഡോടൊക്കെ ഇതെടുത്തിട്ട് ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെച്ചതേനു. ഇനി നമുക്ക് ഈ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ ബ്രെഡിൻ്റെ പീസസ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പൊരിച്ചെടുക്കാം. ഇത് കുറച്ച് ഓയിൽ കുടിക്കും കേട്ടോ. നിങ്ങൾക്ക് ഓയിൽ കുടിക്കേണ്ടെന്നുണ്ടെങ്കിൽ നെയ്യ് ആക്കിയിട്ട് ഒന്നിങ്ങനെ ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആയാലാണ് കേട്ടോ ഓയിലിൽ നിന്ന് കോരി മാറ്റേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങൾ ടോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും രണ്ട് സൈഡും ഒരു ഗോൾഡൻ കളർ ആക്കിയെടുക്കണം. പിന്നെ നമ്മളെ സ്നാക്കിനുള്ളത് ഞാനിപ്പോൾ ഒന്ന് കോട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ആദ്യം ബ്രെഡ് എടുത്തിട്ട് മുട്ടൻ്റെ മിക്സിയിൽ മുക്കുക, പിന്നെ കോൺഫ്ലേക്സിൽ കോട്ട് ചെയ്തെടുക്കുക. ഇത് KFC സ്റ്റൈൽ ബ്രെഡ് പൊരിച്ചതാണ് കേട്ടോ. നിങ്ങൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, യൂട്യൂബിലൊക്കെ നല്ല ഫേമസ് ആയിട്ടുള്ളൊരു റെസിപ്പിയേനു. അപ്പോൾ ഇതാ ഞാൻ അതേപോലെ തന്നെ ചെയ്തെടുക്കുകയാണ്. എനിക്കത് കണ്ടപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്നുണ്ടേനു, അതുകൊണ്ടാണ് ഇപ്പം ആക്കിയിട്ടുള്ളത്. അങ്ങനെ ഒരു 4-5 പീസ് ബ്രെഡ് മാത്രമേ ഞാൻ അങ്ങനെ ആക്കിയിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് അത് അവിടെ ഒരു സൈഡിൽ മാറ്റി വെച്ചേന്. ഇപ്പം തന്നെ പൊരിച്ച് കഴിഞ്ഞാൽ ക്രിസ്പിനെസ് പോവുമല്ലോ, അപ്പം അവിടെ നിൽക്കട്ടെ എന്ന് വിചാരിച്ച്. പിന്നെ തന്നെ നമ്മളെ ഈ ബദാം ഞാൻ വെള്ളത്തിൽ വെച്ചിട്ടുണ്ടേനു, അത് ചെറിയ ചെറിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തേന്. ബദാം കട്ട് ചെയ്തെടുത്തപ്പോൾ അതിങ്ങനെ തണുത്ത പോലെ ഉണ്ടേനു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് നമ്മൾ ഈ പുഡിങ്ങിലേക്കൊക്കെ ഇടുമ്പോൾ നല്ലോണം ഇങ്ങനെ കടിക്കാൻ കിട്ടണ്ടേ, അതുകൊണ്ടൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പാനിലേക്ക് ഇട്ടിട്ട് അത് റോസ്റ്റാക്കി എടുക്കുകയാണ്. ഇപ്പോൾ സംഭവം റെഡി ആയിട്ടുണ്ട്. ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ ഷായി ടുക്ഡ സെറ്റാക്കി എടുക്കണത്. അപ്പം അതിലേക്ക് ആദ്യം നമ്മൾ ആക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് ഉണ്ടല്ലോ, അത് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് നല്ലോണം തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് സെറ്റാക്കിയിട്ട് ഫ്രിഡ്ജിക്ക് വെക്കാമെന്ന് വിചാരിച്ച്. ഇനി നമ്മൾ ആ പൊരിച്ചെടുത്തിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിലേക്ക് ഇങ്ങനെ നിരത്തി വെച്ച് കൊടുക്കുക. നമ്മളിപ്പം ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് ഇട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് സെർവ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുന്നേ വെച്ച് കൊടുത്താൽ മതി, അത് പെട്ടെന്ന് തന്നെ പുതിർന്നു പോവും. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബദാം ഉണ്ടല്ലോ, അത് മൊത്തത്തിൽ ഞാൻ ഇതിൻ്റെ മേൽക്കായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നട്ട്സൊക്കെ വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേണേ. അപ്പം ഉമ്മൻ്റെ പത്തിരിപ്പണി ഇതാ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പത്തിരി ചുട്ടെടുക്കുകയാണ്. എന്നും പത്തിരി തന്നെയാണോ ഉണ്ടാക്കലെന്ന് കമൻറ്റ് കണ്ടീനു കേട്ടോ. നമ്മൾ ഈ ഭാഗത്തേക്കായിട്ട് അധികവും പത്തിരി തന്നെയാണ് നോമ്പിന് ഉണ്ടാക്കുക. അതാണ് എല്ലാവർക്കും ഇഷ്ടം. നമ്മൾ അത്താഴത്തിനും പിന്നെ എന്താ പറയുക, ഇനി കിടക്കാൻ നേരം കഴിക്കലോ അതൊക്കെ പത്തിരി തന്നെയാണ് കഴിക്കൽ. എല്ലാവർക്കും അതാ ഇഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് ഉമ്മ കുറേ പത്തിരി ആക്കണത്. പിന്നെ ഞാനിപ്പോൾ നമ്മളെ സ്നാക്ക് പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. KFC സ്റ്റൈൽ ബ്രെഡ് പൊരിച്ചത്. അത് ഇപ്പോൾ ബാങ്ക് കൊടുക്കാൻ ഇനി ഒരു അരമണിക്കൂറിൻ്റെ അടുത്തുണ്ട്. എന്നാലും ഞാൻ വിചാരിച്ച് പെട്ടെന്ന് പണി കഴിഞ്ഞാൽ കഴിഞ്ഞില്ലേ, അപ്പം വേഗം തന്നെ അത് പൊരിച്ചെടുക്കുകയാണ്. കോൺഫ്ലേക്സ് ഒക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊരിഞ്ഞു കിട്ടും കേട്ടോ. അതുപോലെ മുട്ടയല്ല നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പം ഓരോന്നോരോന്ന് റെഡിയായി തുടങ്ങിയാണ്. ഞാനതപ്പം ഓയിലിൽ നിന്ന് ഇങ്ങനെ കോരി മാറ്റുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചൂട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണേ, കുറച്ചൊന്ന് കൂട്ടിയും കുറച്ചും അങ്ങനെയൊക്കെ ആക്കിയിട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അത് മൊത്തത്തിൽ ഞാൻ പൊരിച്ചെടുത്തേണ്. പിന്നെ ഇതാ ഇന്ന് ഷമാമാണ് കേട്ടോ ജ്യൂസ് അടിക്കുന്നത്. അപ്പോൾ അനിയൻ അതൊക്കെ കട്ട് ചെയ്ത് കുരുവൊക്കെ കഴിഞ്ഞ് റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പോള ഓൾമോസ്റ്റ് സെറ്റായിണേ. ഞാൻ പിന്നെ അങ്ങനെ തന്നെ വെച്ചതേനു. ഇനിയിപ്പം കൂടുതൽ കുക്കായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതേനു. പണിയൊക്കെ കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ച്. അതിനത് റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ടേബിളിലേക്ക് കൊണ്ടുവെക്കാം. എന്നാൽ പിന്നെ അവസാനത്തെ ആ ഒരു ഓട്ടം ഒഴിഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ ആ ബ്രെഡിൻ്റെ സ്നാക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാ ഉമ്മ ഫ്രൂട്ട്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ പോള ഞാനിങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് മുറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കേക്ക് മുറിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്യലുള്ളത്. ചിലരിങ്ങനെ സ്ക്വയർ ഷേപ്പിലൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. എനിക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത് കുറച്ചും കൂടെ ഭംഗി തോന്നിയിട്ടില്ല. ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ അതും ഞാൻ ടേബിളിലേക്ക് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അതുപോലെ ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും ഒക്കെ ഇങ്ങനെ ടേബിളിലേക്ക് റെഡിയാക്കി വെക്കുകയാണ്. പിന്നെ ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തീനു കേട്ടോ, നമ്മളെ ഷായി ടുക്ഡ. അതിന് സ്പൂണും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ പത്തിരിക്കുള്ള ആ ഒരു ചിക്കൻ റോസ്റ്റ്. അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ നോമ്പ് തുറക്കാനായിട്ടുള്ള സംഭവങ്ങൾ. ഇനി നമ്മളെല്ലാവരും കൂടെ ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇന്നത്തെ ജ്യൂസ് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇങ്ങനെ പാലും കൂട്ടി അടിച്ചതാണ് ഷമാമ്. അത് നല്ല രസമുണ്ടായിരുന്നു കാണാനും, പിന്നെ കുടിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ.
ഇപ്പോൾ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാരയ്ക്കും വെള്ളം കൂടെ കുടിച്ചിട്ട് നോമ്പ് തുറക്കുകയാണ്. പിന്നെ അതാ നമ്മൾ ഷമാമിൻ്റെ ജ്യൂസ് കുടിച്ച് നോക്കി, അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിന് പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും ഇല്ല കേട്ടോ. പാല്, ഷമാമ്, പിന്നെ കുറച്ച് പഞ്ചസാര, ഐസ് ക്യൂബ്സ് അതെല്ലാം കൂടെ ഇട്ടിട്ട് അടിച്ചതാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിനി. പിന്നെ നമ്മളെ KFC ബ്രെഡ് സ്നാക്ക് അതും അടിപൊളിയായിട്ടുണ്ട്. ഇതങ്ങനെ അധികം ഓയിലൊന്നും കുടിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി കഴിക്കാനായിട്ട്. നമ്മൾ KFC എന്നൊക്കെ കഴിക്കുന്ന ആ പോപ്കോൺ ഉണ്ടല്ലോ, ചിക്കൻ പോപ്കോൺ, ഏതാണ്ട് അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വന്നേനു. നമുക്കൊക്കെ നല്ല ഇഷ്ടമായിന് കേട്ടോ. പിന്നെ പോളയും കുഴപ്പമൊന്നുമില്ല, നല്ല രസമുണ്ടേനി. മസാല കൂടുതലായ പോലെ തോന്നി എനിക്ക്. ഞാൻ പിന്നെ ബാക്കിയുള്ള എല്ലാ മസാലയും ഇതിൽക്കായിട്ട് ഇട്ടതേനു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മധുരമുള്ള നമ്മളെ ഷായി ടുക്ഡ ടേസ്റ്റ് നോക്കാം. അത് ആ ബ്രെഡ് ഞാൻ മൊത്തത്തിൽ മുക്കിയിട്ടില്ലേനോ, അതുകൊണ്ട് കുറച്ച് ഭാഗം ക്രിസ്പി ആയിട്ടും പിന്നെ ബാക്കി കുറച്ച് ഭാഗം ഇങ്ങനെ ഇതിൽ പൊതിർന്നിട്ടേനോ കേട്ടോ കിടന്നേനി. അത് നല്ല രസമുണ്ടേനി. നട്ട്സ് നമ്മളെ ബദാമൊക്കെ കൂട്ടി കഴിക്കുമ്പം അടിപൊളിയേനു. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. സിമ്പിളായിട്ടുള്ള റെസിപ്പീസ് അല്ലേ, കുറച്ച് സാധനം മതി, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്